ഇന്ന് നമ്മുടെ കൃഷ്ണൻകോവിലിലെ ദശാവതാര ചാർത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ വഴി കൂടെയാണ് എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിനുള്ള വൃത്തിയാക്കലും പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഫ്രീ എൻട്രി വാട്ടർഫോളിൽ ഡാൻസ് കളിക്കുന്ന നിധിക്കുട്ടി ഒരുപാട് ആസ്വദിച്ച് നിന്നാൽ നാളെ എനിക്ക് തന്നെ പണിയാവുമല്ലോ എന്ന് കരുതി വേഗം കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കിയപ്പോഴേക്കും മീന് വിളക്കെല്ലാം ഒരുക്കി വെച്ചാൽ കേട്ടോ. സത്യത്തിൽ ഒരു വീട് സ്വന്തമായി വേണമെന്ന് ആഗ്രഹിച്ച ഞങ്ങൾക്ക് ദൈവം തന്നത് ബോണസുകളാണ് കേട്ടോ. അതാ ഈ കാണുന്നതല്ല. കാരണം നമ്മുടെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു പോകുന്നൊരു നിമിഷമാണ് കേട്ടോ. നമ്മുടെ മുന്നിൽ കൂടെ ഭഗവാൻ എഴുന്നള്ളെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് കേട്ടോ. ഞങ്ങളുടെ വീട് വെച്ചിട്ട് രണ്ടാമത്തെ വട്ടമാണ് കേട്ടോ ഇങ്ങനെ ഉത്സവം വരുന്നത്. എല്ലാവരും വിളക്കുകളൊക്കെ ഒരുക്കുന്നതിന് തിരക്കിലായിരുന്നു. ഒരു 6:30യോട് കൂടി തന്നെ വിളക്കെത്തി കേട്ടോ. വിളക്കും ചെണ്ടമേളവും താലപ്പൊലിയും മുത്തുക്കുടയൊക്കെ ആയിട്ട് നല്ല ഗംഭീരമായിട്ടായിരുന്നു കേട്ടോ ഉത്സവം. ഘോഷയാത്രയ്ക്ക് പോയതിന് ശേഷം അതിന് പിറകെ ഒരു ചെറിയൊരു കളിപ്പാട്ടം വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് മിക്കൂട്ടിന് ബലൂണൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് ഞങ്ങളും ഘോഷയാത്രയുടെ പിറകെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം ഈ ഒരു 10 ദിവസം നല്ല പാട്ടും വൈകുന്നേരമുള്ള അമ്പലത്തിൽ പോക്കും എല്ലാം കൂടെ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ അത് തീർന്നപ്പം ചെറിയൊരു വിഷമമുണ്ട്. കുഴപ്പമില്ല, അടുത്ത വർഷം ആഘോഷിക്കാമെന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലൊക്കെ പോയി തൊഴുത് അങ്ങനെ ഈ വർഷത്തെ ദശാവതാര ചാർത്തും ഉത്സവവും ഒക്കെ അതാ ഇവിടെ തീർന്നു. ഇനി അടുത്ത ഉത്സവത്തിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ടാറ്റാ. शिल्पा भवन